കീരിക്കാട് മഹല്ല് ചാരിറ്റബിൾ സൊസൈറ്റി മഹല്ല് ഇഖ്റ 2024 മെറിറ്റ് അവാർഡ് പൊതുസമ്മേളനം വയനാട് ഫണ്ട് കൈമാറൽ എന്നിവ 21-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കീരിക്കാട് മഹല്ല് ചാരിറ്റബിൾ സൊസൈറ്റി മഹല്ല് ഇഖ്റ 2024 മെറിറ്റ് അവാർഡ് ദാനവും പൊതുസമ്മേളനവും വയനാട് ഫണ്ട് കൈമാറലും ശനിയാഴ്ച മുർഷിദുൽ അനാം മദ്രസ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാളെ കീരിക്കാട് ജമാഅത്ത് മഹല്ല് അവാർഡ് ദാനത്തോടൊപ്പം വയനാട് ദുരിതാശ്വാസ ഫണ്ടിൻ്റെ ആദ്യ ഗഡുവായ 25,000 നാളെ ബഹുമാനപ്പെട്ട എംഎൽഎക്ക് കൈമാറും. കീരിക്കാട് ജമാഅത്തിൻ്റെ കീഴിലുള്ള കീരിക്കാട് മഹല്ല് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അവാർഡ് ദാനവും പൊതുസമ്മേളനവും നാളെ 4 മണിക്ക് മദ്രസ ഹാളിൽ വെച്ച് നടക്കുക. നമ്മുടെ ബഹുമാന്യനായ എംഎൽഎ പ്രതിഭ, വിവരാവകാശ കമ്മീഷണർ എ ഹക്കീം, ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് രാജീവ്കുമാർ തുടങ്ങിയവരൊക്കെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. 25ഓളം കുട്ടികൾക്ക് A+ കിട്ടി, 25ഓളം കുട്ടികൾക്ക് അവാർഡ് വിതരണം നടക്കുന്നു. അതുപോലെ തന്നെ ജമാഅത്തിലെ ഏറ്റവും മിടുക്കിയായ ഒരു വിദ്യാർത്ഥിക്ക് സ്വർണ്ണ മെഡൽ നൽകുന്നു. ഈ ചടങ്ങുകളൊക്കെയാണ് നാളെ നടക്കുന്നത്. ജമാഅത്തിൽ നടക്കുന്ന ഈ പരിപാടികളൊക്കെ നമ്മുടെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് നമ്മുടെ മഹല്ലിലെ മുഴുവൻ ആളുകൾക്കും, മഹല്ല് എന്ന് ഉദ്ദേശിച്ചത് ജനവാസ കേന്ദ്രം എന്ന് മാത്രമാണ്, ഈ മഹല്ലിലെ മുഴുവൻ ആളുകൾക്കും ജമാഅത്ത് വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന പരിപാടികളാണ് ജമാഅത്ത് ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനുഷ്യത്വമാണ് നമ്മുടെ മഹല്ലിൻ്റെ ഏറ്റവും ഉദാത്തമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിഭാഗീയതയും ഇല്ലാതെ എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ജമാഅത്ത് എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നത് എന്ന സന്തോഷം പ്രത്യേകം ഞാനിവിടെ അറിയിക്കുകയാണ്. വൈകിട്ട് 4-ന് നടക്കുന്ന പൊതുസമ്മേളനം ശിഹാബുദ്ദീൻ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ജമാഅത്ത് മുൻ പ്രസിഡന്റ് സൈനുൽ ആബ്ദീൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തും. ജമാഅത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിക്കും. ചാരിറ്റി സെക്രട്ടറി സൈഫുദ്ദീൻ സ്വാഗതവും ട്രഷറർ ഒ ഖാലിദ് നന്ദിയും പറയും. അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും. സ്വർണ്ണ മെഡൽ വിതരണം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ ഹക്കീം നിർവഹിക്കും. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ നിർവഹിക്കും. SSLC അവാർഡ് ദാനം വാർഡ് കൗൺസിലർ ഷാജഹാൻ നിർവഹിക്കും. വയനാട് ഫണ്ട് കൈമാറലും അനുമോദനവും ജമാഅത്ത് സെക്രട്ടറി ഹുസൈൻ മരങ്ങാട് നിർവഹിക്കും. മഹല്ല് പരിധിയിൽ നിന്ന് ഉന്നത തലങ്ങളിലെത്തിയവരെ ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി നാസർ ബാബു ചമ്പകപ്പള്ളിയും ആദരിക്കുമെന്ന് ചാരിറ്റി സെക്രട്ടറി സൈഫുദ്ദീൻ മാർബലും ട്രഷറർ ഒ ഖാലിദും അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.